ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തലമുടി കൊഴിച്ചിലിനും താരനും അകറ്റാനുള്ള കാച്ചിയ എണ്ണ എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ്. ഹായ്, ഞാൻ സലു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. സാധാരണ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ കണ്ടൻ്റ് ഉള്ളത് ഗാർഡനിങ് സംബന്ധിച്ചതാണ്. പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കാനുള്ള കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ തലമുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ സവാളയുടെ ഈ കാച്ചിയ എണ്ണ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം എൻ്റെ തലമുടി നല്ല പോലെ ആ ഒരു ഹെയർ ഫോൾ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും തലയിൽ താരൻ അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുള്ളവർക്ക് ഈ എണ്ണ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സവാളയിൽ നോക്കിക്കഴിഞ്ഞാൽ സൾഫർ, ഫ്ലെവിനോയിഡ്സ്, വൈറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻസ്, പിന്നെ കുറച്ച് മിനറൽസും ഇതിൻ്റെ അകത്ത് ധാരാളമുണ്ട് സവാളയിൽ. അതുപോലെ തന്നെ ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ സവാള വെറും ഒരു ചെറിയ സാധനമല്ല, ധാരാളം ഉപയോഗമാണുള്ളത്. തലമുടി നേർത്ത് പോകുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണ്. നമുക്ക് നോക്കാം എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടത്. നമ്മുടെ വീടുകളിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. 2 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇച്ചിരി വലിപ്പമുള്ള സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സവാളയുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നന്നായി കഴുകി വൃത്തിയാക്കിയ 2 സവാളയാണ്. അത് ചെറുതായിട്ട് നമ്മളൊന്ന് അരിഞ്ഞെടുക്കുക. നമുക്കിത് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് സവാള അരിഞ്ഞെടുക്കുക. പിന്നെ നമ്മൾ ഈ തലയിൽ എണ്ണ മാത്രം തേച്ചിട്ട് കാര്യമില്ല, ധാരാളം വെള്ളം കുടിക്കണം. നമ്മൾ ഒരു ദിവസം തന്നെ 1-2 ലിറ്റർ വെള്ളമെങ്കിലും കുറഞ്ഞത് കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയെല്ലാം നമുക്കൊരു ജാറിലേക്ക് മാറ്റാം. നമുക്ക് നന്നായിട്ട് ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ടതാണ്. ഞാൻ ഇതിനോടൊപ്പം തന്നെ കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് സവാള അരയ്ക്കുന്നതിനോടൊപ്പം. അത് നമുക്ക് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ തലയിൽ തേക്കുന്നത്, ഞാനിവിടെ എടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ കുറച്ചും കൂടെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നല്ല പേസ്റ്റ് രൂപത്തിൽ ഈ ഒരു ഓണിയൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഹെയർഫോൾ അല്ലെങ്കിൽ തലമുടി കൊഴിച്ചിൽ ഉണ്ടാക്കാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. തൈറോയ്ഡ് ഉള്ളവർക്ക്, അതുപോലെ PCOD ഉള്ളവർക്ക്, ഓവറിയിലൊക്കെ സിസ്റ്റൊക്കെ ഉള്ളവർക്ക്, അതുപോലെ തന്നെ അസിഡിറ്റി, വയറിൽ അസിഡിറ്റി കൂടുതലായിട്ടുള്ളവർക്ക്, ഇതെല്ലാം അനീമിക് ആയിട്ടുള്ള പേഷ്യൻസിന് ഇവർക്കൊക്കെ ധാരാളം തലമുടി പൊഴിയും. അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കണ്ടെത്തി അതിന് വേണ്ട മെഡിസിൻസ് എടുക്കുക. അല്ലാതെ നമ്മൾ അതിന് പകരമായിട്ട് നമ്മൾ ഹെയർ ഓയിൽ മാത്രം തേച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനം വരുന്നത് തലമുടി നേർത്ത് പോകുന്നവർക്ക്, റീഗ്രോത്ത്, നമ്മളുടെ തലമുടി പിന്നെയും നന്നായിട്ട് വളർന്നു വരാനായിട്ട് ഈ ഒരു എണ്ണ സഹായിക്കും. അതുപോലെ തന്നെ ഡാൻഡ്രഫിന്, താരനുള്ളവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ചെറിയ ബാക്ടീരിയകൾ നമ്മുടെ തലയിൽ വന്ന് ചെറിയ കുരുക്കൾ ഉണ്ടാക്കുന്ന ആ ഒരു അവസ്ഥയിലും നമ്മൾക്ക് ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. 2 വലിയ സവാളയ്ക്ക് ആ ഒരു കണക്കിന് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് വെളിച്ചെണ്ണയാണ്. അപ്പം നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾക്ക് 1 സവാളയാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് വെളിച്ചെണ്ണ എടുത്താൽ മതിയാവും. വെളിച്ചെണ്ണ തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾ ഏതാണോ എണ്ണ ഉപയോഗിക്കുന്നത് ആ ഒരു എണ്ണ തന്നെ നിങ്ങൾ ഈ ഒരു മെഷർമെൻറ്റിൽ എടുത്താൽ മതി. നമുക്കിനി എണ്ണയൊന്ന് കാച്ചിയെടുക്കണം. അപ്പോൾ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പാത്രം വെച്ചു. ആ പാത്രത്തിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ആദ്യം ഈ എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉലുവ 1 സ്പൂൺ ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. ഉലുവയിൽ ധാരാളമായിട്ട് വൈറ്റമിൻ A, വൈറ്റമിൻ K, വൈറ്റമിൻ C, അതുപോലെ തന്നെ ഫോളിക് ആസിഡ്, പൊട്ടാഷ്യം ആണെങ്കിലും കാൽസ്യം, അയൺ, പ്രോട്ടീൻ വളരെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ, നമ്മുടെ തലയോട്ടിയിൽ നമ്മൾ തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ് ഉലുവ.
ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന കോക്കനട്ട് ഓയിലിൻ്റെ കൂടെ നമ്മുടെ വെളിച്ചെണ്ണയുടെ കൂടെ തന്നെ അരച്ച സവാളയും ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുവാണ്. 2 സവാള, വലിയ സവാളയാണ് നമ്മൾ എടുത്തത് അരയ്ക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കുക. നമ്മൾ വെളിച്ചെണ്ണയും സവാളയും കൂടെ അരച്ചെടുക്കുവാണെങ്കിൽ ഇപ്പം നമ്മളിതിൻ്റെ അകത്തോട്ട് ഈ ചൂടായ എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ തെറിക്കാതിരിക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് ആദ്യം 1 സ്പൂൺ മതി, 1 സ്പൂൺ എണ്ണ നന്നായിട്ടൊന്ന് ഇതിൻ്റെ കൂടെ ഇട്ട് പേസ്റ്റ് രൂപത്തിലാക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മൾ ഉലുവ ഇട്ടതിന് ശേഷം ഒന്ന് പൊട്ടിയതിന് ശേഷം വേണം നമ്മൾ സവാള ഇതിലേക്ക് ചേർക്കാനായിട്ട്. ആദ്യം കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്കാക്കണം. അതുപോലെ തന്നെ അവസാനം അതൊരു ലോ ഫ്ലെയിമിലേക്ക് ആക്കുകയും വേണം. ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ബ്രൗൺ എത്തുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഈ ഒരു ഹെയർ ഓയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇപ്പം കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പാണ് ഇത് തേക്കേണ്ടത്. അത് ആഴ്ചയിൽ ഒരിക്കലും മാത്രം ചെയ്താൽ മതി. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ്. അതുപോലെ തന്നെ ഡാൻഡ്രഫ് വളരെ കൂടുതലുള്ളവരാണെങ്കിൽ ആദ്യത്തെ 3 പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒന്നരാടം ഇട്ട്, ഇപ്പം ഇന്നിപ്പോൾ തേക്കുവാണെങ്കിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ തേക്കുക. അങ്ങനെ ഒന്നരാടം 3 പ്രാവശ്യമായിട്ട് ഒന്ന് അടുപ്പിച്ച് തേക്കുക. അതിന് ശേഷം പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. കാരണം ഇതിൽ ധാരാളം സൾഫർ അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ സ്കാൽപ്പിൽ നല്ലതായിട്ട് നമ്മൾ തേക്കുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക, നല്ലപോലെ ആഹാരം കഴിക്കുക. ഇതെല്ലാം നമ്മൾ വെളിയിൽ മാത്രം ഈ ഒരു എണ്ണ തേച്ചിട്ട് കാര്യമില്ല. അപ്പം അതുപോലെ തന്നെ സൈനസ് ഉള്ളവർ ഒന്നുകൂടെ നോക്കിയതിന് ശേഷം മാത്രമേ, നിങ്ങൾക്ക് ഈ എണ്ണ പിടിക്കോ ഇല്ലയോ നോക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അതുപോലെ പനിയൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു സമയത്ത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം നമ്മൾ നന്നായിട്ട് ഈ എണ്ണ ഒന്ന് ബ്രൗൺ കളർ, ആ ഒരു സവാളയൊക്കെ ബ്രൗൺ കളർ ആവുന്നവരെ നമ്മളൊന്ന് നന്നായിട്ട് കാഴ്ചയെടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മളൊന്ന് അരിച്ചെടുക്കേണ്ടത്. അരിക്കുന്നത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ അരിച്ചെടുത്താൽ മതി. കാരണം ചൂടോടെ നമ്മൾ അരിക്കാൻ പോകരുത്. നമ്മൾ ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഹെർബൽ ഷാമ്പു ഉപയോഗിച്ച് നമുക്ക് തലമുടി നന്നായിട്ട് കഴുകിയെടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഈ സവാളയുടെ ഒരു മണം ഉണ്ടാകും. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഈ എണ്ണ നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഈ എടുക്കുന്ന പാത്രങ്ങളെല്ലാം തന്നെ വെള്ളത്തിൻ്റെ അംശം തീരെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം കനച്ചു പോകും. അപ്പം ഈ ഒരു എണ്ണ എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല സ്മെല്ലായിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു എണ്ണയിൽ കിടന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ സ്മെല്ലിൻ്റെ ഒരു ഇത് കുറഞ്ഞ് കിട്ടും. ഇനി നമുക്ക് നല്ലൊരു ഗ്ലാസ് കണ്ടെയ്നറിൽ, ഇതും ഓർക്കേണ്ട കാര്യം, വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ല എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കാം, ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങളിത് തേച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. കാരണം ഞാനിത് വളരെ നാളുകളുണ്ട് തലയിൽ തേക്കുന്നതാണ്. എൻ്റെ തലമുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറിയെന്ന് തന്നെ പറയാം. ആദ്യത്തെ 1 മാസം കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.